ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ വിത്ത് റേ. ഇത് റംസാൻ ഫസ്റ്റ് ഡേൻ്റെ ഒരു ഫുഡ് പ്രിപ്പറേഷൻ വ്ളോഗാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങളൊക്കെ എന്തൊക്കെ ഫുഡാണ് റംസാൻ്റെ ഫസ്റ്റ് ഡേയിൽ ഉണ്ടാക്കിയെന്നും കൂടെ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചതച്ചത് ഇട്ടു. ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല, അപ്പം ഇഞ്ചി ചതച്ചത് ഇട്ടു. പിന്നെ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം മുളകും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മുളകും എന്ത് ചെയ്തു ഇട്ടു. എന്നിട്ട് നന്നായി ഇളക്കി വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്തു. മുളക് പൊടി, കാശ്മീരി മുളക്, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്തു. എന്നിട്ട് നന്നായി എന്ത് ചെയ്തു മിക്സ് ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് സ്റ്റൗവിൽ തന്നെ വെച്ചു. ശേഷം ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് നമ്മുടെ മല്ലിച്ചപ്പ് ഇട്ട് അടച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു സ്റ്റൗ ഓഫാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കാണിക്കാൻ പറഞ്ഞതാണ്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എന്ത് ചെയ്തു ഒന്ന് കുക്കറിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു, കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും എനിക്ക് തോന്നുക. ചട്ടിപ്പത്തിരിയിലേക്ക് ആവശ്യത്തിനുള്ള മൈദപ്പം റെഡിയാക്കാനുള്ള ബാറ്റർ റെഡിയാക്കുകയാണ്. ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും വെള്ളവും ചേർത്തിട്ട് എന്ത് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഫൈനായി മിക്സ് ചെയ്തെടുക്കണം, കട്ടകൾ ഉണ്ടാവരുത്. അപ്പം എന്ത് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്താൽ മതി, അപ്പോൾ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. അത് ചെയ്തു. അതുപോലെ തന്നെ ഈ അപ്പം ടിപ്പ് ചെയ്യാനുള്ള ഒരു ടിപ്പ്, അതായത് നമ്മൾ മുട്ടയും പാലും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒരു ഡിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്റർ, മൈദയും വെള്ളമൊക്കെ ഇതാക്കിയിട്ടുള്ള ബാറ്റർ, അപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ. ഇത് നമ്മൾ ഫില്ലിങ്സ്, ചിക്കനും ഉള്ളിയൊക്കെ ഇട്ടുള്ള ഫില്ലിങ്സ്. ഇത് നമ്മുടെ ഡിപ്പ്, മുട്ടയും പാലും ഒക്കെ ഇട്ടിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഡിപ്പ്. ഈ 3 ഐറ്റംസാണ് നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്ക് പെട്ടെന്ന് ഷടപടയായിട്ട് എന്ത് ചെയ്യുക, അപ്പം ചുട്ടെടുക്കുക. ഞാനിവിടെ 5 അപ്പം ചുട്ടെടുക്കുന്നത്, കാരണം ഇതിൻ്റെ ഫില്ലിങ്സ് അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഫില്ലിങ്സ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക അപ്പം ചുട്ടെടുക്കുക. കണ്ടില്ലേ, ഷടപടയെന്ന് അപ്പം ചുട്ട് കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എല്ലാ ഭാഗത്തും നെയ്യ് തടവുക. കാരണം നമ്മൾ അപ്പം എന്ത് ചെയ്യാൻ അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെയ്യ് തടവുന്നത്. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ മൈദാപ്പം നമ്മുടെ ഡിപ്പിൽ മുക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഫില്ലിങ്സ് വെക്കുക. അങ്ങനെ ചെയ്യുക. അങ്ങനെ 5 അപ്പത്തിലും ചെയ്യുക. പിന്നെ ബാക്കി വരുന്ന ഡിപ്പില്ലേ, ആ മുട്ടയും പാലൊക്കെ ഒഴിച്ചുള്ള ഡിപ്പ് അതിൻ്റെ മുകളിൽ ഒഴിക്കുക. അങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഒന്നും കൂടെ ആ 5 ലെയർ ചട്ടിപ്പത്തിരി ഒട്ടി നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം അതിന് ഫില്ലിങ്സ് ഒന്നും എന്ത് ചെയ്യില്ല, പുറത്തേക്ക് പോരൂല. താഴെഭാഗം കുക്കറിന് ശേഷം പാത്രത്തിൻ്റെ ഇതേപോലെ സെയിം വട്ടുള്ളൊരു പാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചിട്ടിട്ടും എന്ത് ചെയ്യാം, അത് വേവിച്ചെടുക്കാം. അതേപോലെ സെയിം പാനിലേക്ക് തന്നെ ചൂടുണ്ടാവും, ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, സെയിം പാനിലേക്ക് തന്നെ ഇട്ടിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒരു 5 to 10 മിനിറ്റ് അത്ര ആവശ്യമുള്ളൂ എന്ത് ചെയ്യുക, അതേപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇതോടുകൂടി നമ്മുടെ ചട്ടിപ്പത്തിരി റെഡിയായി. ഇനി അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജ്യൂസാണ്. ഇളനീർ ജ്യൂസ് ഉണ്ടാക്കുന്നത്, ഇളനീരിൽ നിന്ന് വിട്ടു ചെയ്തിട്ടുണ്ടെന്നാൽ തേങ്ങയിലേക്ക് എത്തിയിട്ടുള്ള എന്നുള്ള പരുവത്തിലുള്ള ഒരു ഐറ്റം, അതിൻ്റെ ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇളനീൻ വെള്ളവും അതുപോലെ തന്നെ ആ തേങ്ങയും അല്ലെങ്കിൽ ഇളനീൻ എന്താണോ അതും അതുപോലെ തന്നെ അതിലേക്ക് 2 ഏലക്കായും ഇട്ടിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് അരച്ചെടുക്കുക. ശേഷം അതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റിയിട്ട് അതിലേക്ക് തന്നെ പാലും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ കട്ടി, അതായത് നമ്മൾ അടിച്ച ജ്യൂസിൻ്റെ തിക്നെസ് എത്രയാണോ, എത്രയും നമുക്ക് ആവശ്യം, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അതെന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളൊരു
പരുവത്തിലേക്ക് തിക്നെസ്സിലേക്ക് എന്ത് ചെയ്യുക ആക്കിയെടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇളനീൻ ജ്യൂസ് അല്ലെങ്കിൽ തേങ്ങാ ജ്യൂസ് എന്നൊക്കെ പറയണ ഐറ്റം. അടുത്ത ഫുഡ് ഒരു സാലഡാണ്, ഒരു വെജിറ്റബിൾ സാലഡ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും അത്രയേ ഉള്ളൂ, അത് ഇന്ന വെജിറ്റബിൾസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ചൂടായ പാനിലേക്ക് ബട്ടറാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യെടുത്തു. നെയ്യാക്കിയതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യാം, ഓരോ വെജിറ്റബിൾസും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഷാലോ ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, അത്ര ആവശ്യമുള്ളൂ. അപ്പം അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പും കുരുമുളകും കൂടി എന്ത് ചെയ്യുക ഇടുക. അപ്പം ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് മഷ്റൂമാണ്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, അതുപോലെ ഉള്ളി എല്ലാം അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, അത്ര ആവശ്യമുള്ളൂ. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ബ്രോക്കലിയാണ്. ബ്രോക്കലി ഞാൻ ആദ്യം ചൂടുവെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതലാക്കിയിട്ടില്ല, ചെറുതായിട്ട് മാത്രം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ചെയ്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലിടുകയാണെങ്കിൽ ഒരു ക്രിസ്പിനെസ് എപ്പോഴും ഉണ്ടാവും, അത് നന്നായിരിക്കും. അതും അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഉപ്പും കുരുമുളകും ഇട്ടിട്ട് എടുത്തു. പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പനീറാണ്. പനീർ ഞാനും ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്നിട്ടെടുത്തു. പിന്നെ അത് ഞാൻ നമ്മുടെ നാരങ്ങ നീരും ഉപ്പും കുരുമുളകും ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു 2 മിനിറ്റ്. പിന്നെ അതെന്ത് ചെയ്തു, ഇതുപോലെ നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തു. പിന്നെ എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരുമിച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചു. അത്രയേ ഉള്ളൂ സാലഡ്. സാലഡ് കഴിക്കാൻ ഏറ്റവും നല്ലത് ഒരു ഡ്രസ്സിങ് കൂടെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഡ്രസ്സിങ് കാണിച്ചിട്ടില്ല ഞാൻ, ജസ്റ്റ് നല്ല നമ്മുടെ ഗ്രീക്ക് യോഗേർട്ടും കുറച്ച് നാരങ്ങ നീരും ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ട് ആക്കിയാൽ തന്നെ ഡ്രസ്സിങ് റെഡിയാവും. അപ്പം ഇത്രയേ ഉള്ളൂ സലാഡ്. പിന്നെ അടുത്തത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മഷ്റൂം ബൈറ്റാണ്. നമ്മൾ ബ്രെഡും അതുപോലെ തന്നെ മഷ്റൂമും ക്യാപ്സിക്കം വെച്ചിട്ടുള്ളൊരു മഷ്റൂം ബൈറ്റ് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളെ ഫ്രഷ് ക്രീം, പാല്, നമ്മളെ ക്യാപ്സിക്കം, പിന്നെ മെയിനായിട്ട് മഷ്റൂം, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും, പിന്നെ അതിലേക്കാണ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോ, പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ബ്രെഡും. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ മഷ്റൂം ബൈറ്റ്. ഇതിലേക്കൊക്കെ നല്ലത് ബട്ടറാണ്. ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യ് എടുത്തു. ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മുടെ നെയ്യ് തടവിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ മഷ്റൂം ജസ്റ്റ് ഒന്ന് ചൂടായ നെയ്യിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ. പിന്നെ അതിലേക്ക് നമ്മുടെ മഷ്റൂംസും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതിലേക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഉപ്പും കുരുമുളകും കൂടി ഇടുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സോസ് ഒരു ക്രീമി രൂപത്തിലാണ്. അപ്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് കുറച്ച് ഒരു 1 to 2 സ്പൂൺ, ടേബിൾ സ്പൂൺ ഒന്നും പറയാനില്ല, അത്രയും മൈദ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പാലൊഴിച്ചിട്ട് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന പോലെ പാലൊഴിച്ചിട്ടൊന്ന് ക്രീമി ആക്കി എടുക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സും അതേപോലെ ഒറിഗാനും ചേർക്കുക. നമ്മൾ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതി. അതേപോലെ ഇതിലേക്ക് എന്ത് ചെയ്യുക, നമ്മളെ ഫ്രഷ് ക്രീമും അതോടൊപ്പം നമ്മുടെ എന്ത് ചെയ്യുക, കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്യുക. അപ്പം നല്ലപോലെ ക്രീമി ആയിട്ട് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ മഷ്റൂം ബൈറ്റിന് സ്പ്രെഡ്. ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡിലേക്ക് എന്ത് ചെയ്യുക, ഈ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യുക, ചൂടാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.